ഇന്നത്തെ ഭാഷയിൽ യേശു നമ്മോട് പറയുന്നത് ഇതാണ്: നമ്മുടെ ജീവിതം വെള്ളപ്പൊക്കവും കാറ്റും തകർക്കാൻ പാടില്ലാത്ത ശക്തമായ ഉയർന്ന അടിസ്ഥാനം മേൽ പണിയണം. നമ്മുടെ ജീവിതവും വിശ്വാസവും ഉറച്ച അടിത്തറയിൽ അല്ലെങ്കിൽ ഒരു ദിവസം അത് തകരാം. ആഡ്വെന്റ് നമ്മോട് ഒരു ശാന്തവും വളരെ പ്രധാനപ്പെട്ടതുമായ ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അടിസ്ഥാനത്തിലാണ് പണിയുന്നത്? ഈ സമയത്താണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ എത്തുന്നത്, ഒരു ആത്മീയ റിട്രീറ്റ് പ്രഭാഷകനെയും ഒരു ആത്മീയ ബുൾഡോസറിനെയും പോലെ. നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാനല്ല അദ്ദേഹം വരുന്നത്, നമ്മുടെ അടിത്തറ പരിശോധിക്കാനാണ് അദ്ദേഹം വരുന്നത്. നമ്മുടെ തിരക്കേറിയ ദിനങ്ങളുടെ മരുഭൂമിയിൽ നിൽക്കി അദ്ദേഹം വിളിക്കുന്നു: കർത്താവിന്റെ വഴിയെ തയ്യാറാക്കുകയും. അവന്റെ ശബ്ദം ചിലപ്പോൾ കടുപ്പമായിരിക്കും, പക്ഷേ അത് സ്നേഹത്തോടെ നിറഞ്ഞതാണ്. പരീക്ഷണങ്ങൾ വന്നാലും നാം ഉറച്ചു നിൽക്കണം എന്നതാണ് അവന്റെ ആഗ്രഹം. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥ ഉണ്ട്. ഒരു വീടിനെ ഒരു കൊടുങ്കാറ്റിന് ശേഷം അറ്റകുറ്റപ്പണി ചെയ്യാൻ ഒരു തൊഴിലാളിയെ വിളിച്ചു. പുറത്തുനിന്ന് വീട് വളരെ മനോഹരമായി തോന്നി: പുതിയ പെയിന്റ്, നല്ല ജനാലകൾ, ഉറച്ച മേൽക്കൂര. പക്ഷേ കനത്ത മഴ വന്നപ്പോൾ ചുവരുകൾ പൊട്ടുകയും നിലം ചലിക്കുകയും ചെയ്തു. കുടുംബം അർദ്ധരാത്രിയിൽ ഔടി രക്ഷപ്പെടേണ്ടി വന്നു. തൊഴിലാളി പറഞ്ഞു: നിങ്ങളുടെ പ്രശ്നം കാറ്റിൽ നിന്ന് തുടങ്ങിയത് അല്ല, നിങ്ങളുടെ അടിത്തറ പരിശോധിക്കാത്തത് കൊണ്ടാണ്. യോഹന്നാൻ ഉത്തമമായി ഇതുതന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ പുതിയ പെയിന്റ്, നമ്മുടെ മതപരമായ ശീലങ്ങൾ, പരിശുദ്ധ വാക്കുകൾ, നല്ല പേരുകൾ, ഇവയൊന്നും അവനെ ആകർഷിക്കുന്നില്ല. അദ്ദേഹം നേരെ അടിത്തറയിൽ ചെന്ന് ചോദിക്കുന്നു: നിങ്ങൾ എന്തിന്റെ മേലാണ് നിൽക്കുന്നത്? പ്രാർത്ഥനയിലോ? അഹങ്കാരത്തിലോ? വിശ്വാസത്തിലോ? ഭയത്തിലോ? ദൈവവചനത്തിലോ? ലോകത്തിന്റെ അഭിപ്രായത്തിലോ? അടിത്തറ ദുർബലമാണെങ്കിൽ ചുവരുകൾ അലങ്കരിക്കുന്നത് സ്നേഹമല്ല, അടിത്തറ ശുദ്ധമാക്കി പുതിയതായി തുടങ്ങുകയാണ് സത്യമായ സ്നേഹം. യോഹന്നാൻ ക്രിസ്തുമസിന് മുമ്പായി ദൈവം അയക്കുന്ന ശക്തനായ പ്രഭാഷകൻ. രണ്ടാമത് അവസരം ലഭിക്കുന്നവരുടെ പരിശുദ്ധൻ, പിന്നീട് ഞാൻ മാറാം എന്ന് പറയുന്നവർക്കായി. എന്നോട് ക്ഷമിക്കൂ, എവിടെ ഞാൻ തെറ്റി? ഇത് എങ്ങനെ ശരിയാക്കാം എന്ന് ചോദിക്കുന്നവരുടെ പരിശുദ്ധൻ. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതിനും പുണർന്ന മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനും ബന്ധങ്ങൾ പുതുക്കുന്നതിനും അദ്ദേഹം സഹായിക്കുന്നു. യോഹന്നാൻ ഒരു ആത്മീയ ബുൾഡോസറും ആണ്, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ദരിദ്രരെയും ബലഹീനരെയും അന്യായമായി തകർക്കാൻ ഉപയോഗിക്കുന്ന ബുൾഡോസറുകൾ പോലെ അല്ല, അവ വീടുകളും ജീവിതങ്ങളും നശിപ്പിക്കുന്നു. യോഹന്നാന്റെ ബുൾഡോസർ ദുർബലരായവർക്ക് ദൈവത്തിലേക്കുള്ള വഴിയെ ശുദ്ധമാക്കുന്നു. യേശു തന്നെയാണ് സത്യമായ നിർമ്മാതാവ്. അദ്ദേഹം ആളുകളെ തകർക്കുന്നില്ല, ആളുകളെ തകർക്കുന്ന കാരണങ്ങളെയാണ്. പാപം, വിദ്വേഷം, അന്യായം, നിരാശ, ഇവയെ അദ്ദേഹം തകർക്കുന്നു. അടിത്തറ ശുദ്ധമായപ്പോൾ നാം എങ്ങനെ ഉയർന്ന ഉറച്ച അടിസ്ഥാനത്തിൽ പണിയണം? യേശു നമുക്ക് ശക്തമായ അടിസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അഡ്വെന്റ് അവയെ അഭ്യസിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. വ്യക്തിപരമായ പ്രാർത്ഥന. ദിവസവും ദൈവവുമായി സംസാരിക്കുക. പ്രാർത്ഥന ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും ഒന്നിക്കുന്നു. വിശ്വാസം. ജീവിതം വ്യക്തമല്ലാത്തപ്പോഴും യേശുവിൽ വിശ്വസിക്കുക. ദൈനംദിന തിരുവെഴുത്ത് വായന. ഇത് ദൈവത്തിന്റെ സ്നേഹലേഖനമാണ്. ഈശായുടെ വേരിൽ നിന്ന് ഒരു കൊമ്പും മുളയും എന്ന വാഗ്ദാനം മരിച്ചുപോയതായി തോന്നുന്നിടത്ത് പോലും ദൈവം പുതുജീവൻ ഉണ്ടാക്കുന്നു. ക്രിസ്തീയ സമൂഹം. നമ്മെ പിന്തുണയ്ക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന ആളുകൾ. ദൈവത്തിലേക്ക് വഴിയാത്ര ആരും ഒറ്റയ്ക്കല്ല. കരുണ. വേദനയിൽ ആകുന്നവരെ കാണുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. നിശബ്ദതയും ധ്യാനവും. പ്രതിദിനം കുറച്ച് മിനിറ്റുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ മാറ്റിവെക്കുക. ക്ഷമ. ധൈര്യത്തോടും വിനയത്തോടും കൂടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. പ്രതീക്ഷയും സന്തോഷവും. ദൈവത്തോടൊപ്പം എപ്പോഴും പുതുതായി ആരംഭിക്കാൻ കഴിയും. സേവനം. നമ്മുടെ സമയം, കഴിവുകൾ, സമ്പത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ജീവിതം തകർത്തുകളഞ്ഞവർക്കായി. കഴിഞ്ഞ ആഴ്ച നാം പുതിയ ലിറ്റർജിക്കൽ വർഷം ആരംഭിച്ചു. ആത്മീയമായി ഇത് നമ്മുടെ യഥാർത്ഥ പുതുവർഷമാണ്. പുതുതായി തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നല്ല സമയം. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സ്നേഹിക്കാൻ, വ്യത്യസ്തമായി ജീവിക്കാൻ. ഇപ്പോൾ അഡ്വെന്റിന്റെ ഈ ആദ്യകാലം പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകനുടേതാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ മരുഭൂമിയിൽ അദ്ദേഹം ഒരു വിശുദ്ധ ബുൾഡോസറുമായി നിൽക്കുന്നതായി കണക്കാക്കുക. നിങ്ങളുടെ ദുർബല ഭാഗങ്ങളെ നോക്കി അദ്ദേഹം സ്നേഹത്തോടെ പറയുന്നു: ഇത് ശുദ്ധമാക്കാം. ഇപ്പോൾ തന്നെ ആരംഭിക്കാം. പിന്നെ അല്ല, ഇപ്പോൾ. പ്രവാചകൻ യേശയ്യ പറയുന്നു: ഈശായിയുടെ തടി വേരിൽ നിന്ന് ഒരു മുള പൊട്ടിവരും. മരിച്ചതായി തോന്നുന്നിടത്ത് പുതിയ ജീവൻ ഉയരും. മാറ്റം വരുന്നു. പുതുതായി ഒന്നാരംഭിക്കുന്നു. ഈ അഡ്വെന്റിൽ നാം പിറന്നാളിലെ ശിശുവിനായി മാത്രമല്ല,
മഹത്വത്തിൽ വീണ്ടും വരുവാനിരിക്കുന്ന രാജാവിനായി കൂടി തയ്യാറാകട്ടെ. ദൈവം നമ്മുടെ ഉള്ളിലെ ദുർബലതയും വ്യാജതയും നീക്കാൻ അനുവദിക്കൂ. എന്ത് കാറ്റും അടിച്ചുകുലുക്കാനാവാത്ത ഉറച്ച അടിത്തറയിൽ നമ്മുടെ ജീവിതം പണിയാൻ അദ്ദേഹം സഹായിക്കട്ടെ.